ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സിലെ ക്യാൻസലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാൻസലേഷൻ അഥവാ വെട്ടിക്രിയ? ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് സ്ക്രീനിൽ കാണാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അപ്പോൾ കുറേ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനോ കൂട്ടാനോ ഒക്കെ കാണും. ചിലപ്പോൾ അവിടെ ഫ്രാക്ഷൻസ് ആയിരിക്കും വരുന്നത്. ഇതിനെല്ലാം ചെയ്ത് ഒരു ചെറിയ സിമ്പിൾ ഫോം ഓഫ് നമ്പർ ആക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കി. ഞാൻ ഇട്ടിരിക്കുന്നത് പലതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടേക്കാണ്. ഒന്നുകിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് കാൽക്കുലേഷനിൽ ലാസ്റ്റ് വരുന്ന കുറച്ച് സ്റ്റെപ്പുകളിൽ വരുന്ന സ്റ്റെപ്പുകളാണ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 40% ഓഫ് 3/4 ഓഫ് 1200. 1200ൻ്റെ 3/4ൻ്റെ 40% എത്ര? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ SSC CGL എക്സാമിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നത് 88/200 × 100. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ HCF LCME എന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 4104 × 9 / 171. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ALP എക്സാം, RRB ALP എക്സാമിൽ വന്നിട്ടുള്ള ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 25 × 15 × 8 / 5 = 12 × D × 20 / 10. അങ്ങനെയാണെങ്കിൽ D എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്പുകൾ ഒന്നുകിൽ കണക്കിൽ വരാം, അതല്ലെങ്കിൽ കാൽക്കുലേഷനിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ കാൽക്കുലേഷനിൽ ഒന്നുകിൽ കാൽക്കുലേഷൻ പാർട്ടിൽ വരാം, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങനെ വരാം. അപ്പോൾ പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ഒരു പേടി സ്വപ്നമാണ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ വെട്ടിക്രിയ. അപ്പോൾ അതെങ്ങനെ ഈസി ആക്കാം എന്നുള്ളതിൻ്റെ ഒരു A to Z ക്ലാസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സിമ്പിൾ കൺസെപ്റ്റ് തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെട്ടിക്രിയ വരെയുള്ള പ്രോസസ്സുകളും ചില ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം ഈ സെഷന് ശേഷം നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം സോ ദാറ്റ് നിങ്ങളുടെ ക്യാൻസലേഷൻ അഥവാ വെട്ടിക്രിയ എന്ന് പറയുന്ന പ്രോസസ്സ് സ്ട്രോങ് ആവും. ഇത് PSC, SSC, RRB, ബാങ്ക് എക്സാംസ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും QA ഉള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്, എന്താണ് ഫാക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഫാക്ടേഴ്സ് എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഓർക്ക് വെട്ടിക്രിയ ചെയ്യണമെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ആണ്. അപ്പോൾ നമുക്ക് പഴയ ടേബിൾസ് അറിയാം. 2 × 4 2 × 4 നമുക്കറിയാം 8 ആണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് 3 × 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ആണെന്നറിയാം അല്ലേ? അപ്പോൾ ഈ 8 എന്ന് പറയുന്ന സംഖ്യ കിട്ടിയിരിക്കുന്നത് 2 × 4 ചെയ്തപ്പോഴാണ്. അതായത് 2 എന്ന് പറയുന്ന സംഖ്യയും 4ഉം തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് 8 കിട്ടും. അഥവാ 8 കിട്ടണമെങ്കിൽ 2നെയും 4നെയും തമ്മിൽ ഗുണിച്ചാൽ മതി. അതേ കണക്ക് നമുക്ക് 4നെയും 2നെയും ഗുണിക്കാം. സെയിം തന്നെയാണ്. 2ഉം 4ഉം 8 പറയുന്ന കണക്ക് തന്നെയാണ് 4ഉം 2ഉം 8 പറയുന്നത്. അതേ കണക്ക് തന്നെ സിമിലർ ആണ് 1 × 8 അല്ലെങ്കിൽ 1 8. അതല്ലെങ്കിൽ നമുക്ക് 2 × 2 × 2 എന്ന് പറഞ്ഞാലും 8 കിട്ടും. 2 × 2 4, 4 × 2 8 അങ്ങനെയും കിട്ടും. അപ്പോൾ ഈ സംഖ്യകളൊക്കെ ഗുണിക്കുമ്പോഴേ 8 കിട്ടുന്നല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 8നെ ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മിനിമം ഒരു 1നെയും 8നെയും തമ്മിൽ ഗുണിക്കണം. അവയെ 8ൻ്റെ ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. അതല്ലെങ്കിൽ 4നെയും 2നെയും കൊണ്ട് ഗുണിച്ചാലും നിങ്ങൾക്ക് 8 കിട്ടും. അപ്പോൾ 8ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 4ഉം 2ഉം ആണ്. അതല്ലെങ്കിൽ 2 3 തവണ ഗുണിച്ചാലും നിങ്ങൾക്ക് 8 കിട്ടും. അപ്പോൾ 8ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി 2ഉം 4ഉം 1ഉം 8ഉം ആണ്. 2ഉം 4ഉം 1ഉം 8ആണ് 8ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് കണക്ക് 36ൻ്റെ ഫാക്ടർ പറയുകയാണെങ്കിൽ നമുക്ക് 2 ഫാക്ടർ 3ഉം 12ഉം ആണെന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് 18 × 2 2 × 18ഉം 2 × 18ഉം 36 ആണ്. അതേ കണക്ക് തന്നെ നമുക്ക് 6 × 6 6 × 6 6ൻ്റെ ടേബിൾ നമുക്കറിയാം. 6 × 6ഉം 36 ആണ്. അപ്പോൾ 36ൻ്റെ ഏതാനും കുറച്ച് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 3ഉം 12ഉം 2ഉം 18ഉം 6ഉം 6ഉം. അതേ കണക്ക് മറ്റേ ഫാക്ടേഴ്സ് ഉണ്ട് 4ഉം 9ഉം 4ഉം 9ഉം. അപ്പോൾ ഇതെല്ലാം 36ൻ്റെ ഫാക്ടേഴ്സാണ് അല്ലേ? ഈ ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 8 നമുക്ക് കിട്ടണമെങ്കിൽ 2 × 4 4 × 2 1 × 8 ഒക്കെ ചെയ്താൽ മതി. അതിനർത്ഥം 8ൽ അപ്പോൾ ഇതേ ആദ്യത്തെ നമ്മുടെ ഈ ഒരു 8 നമുക്ക് നോക്കാം. ഈ ഒരു 8 നോക്കുകയാണെങ്കിൽ 8ൽ 4 എത്ര മടങ്ങ് അടങ്ങിയിരിക്കുന്നു നമ്മൾ ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം, 4 8ൽ 2 മടങ്ങ് അടങ്ങിയിരിക്കുന്നു. അഥവാ തിരിച്ച് നമുക്ക് ചോദിക്കാം, 2 8ൽ എത്ര മടങ്ങ് അടങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ 2 4 മടങ്ങ് അടങ്ങിയിരിക്കുന്നു.
2+2+2+2 ആണല്ലോ 8. അഥവാ 4+4 അഥവാ 4+4 ആണ് നമ്മുടെ 8. അതായത് 4 8ൽ 2 മടങ്ങുണ്ട്. അതല്ലേ എഴുതിയിരിക്കുന്നത് 2 into 4 എന്ന് പറഞ്ഞാൽ 4 8നകത്ത് 2 ടൈംസ് ഉണ്ട്. അപ്പോൾ 36 നോക്കിയാലോ, 36ൽ 3 എന്ന് പറയുന്ന നമ്പർ 12 ടൈംസ് ഉണ്ട്. 3 12 തവണ 36നകത്ത് അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ 3 12 തവണ കൂടുമ്പോഴാണ് 36 ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ 12 എന്ന് പറയുന്ന സംഖ്യ 3 തവണയാണ് 36ലുള്ളത്. 12 3 തവണ 36ലുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 എന്ന് പറയുന്ന സംഖ്യ 6 മടങ്ങാണ്, 6 വട്ടമാണ് 36ലുള്ളത്. അല്ലെങ്കിൽ 18 എന്നുള്ള സംഖ്യ 2 മടങ്ങാണ് 36ലുള്ളത് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ ഈസിയാണ്. അപ്പോൾ ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് കട്ട് ചെയ്ത് ചെറുതാക്കുക എന്നാണ് ക്യാൻസലേഷൻ പ്രോസസ്സിൻ്റെ അർത്ഥം. വെട്ടി വെട്ടി ചെറുതാക്കുക, സോ ദാറ്റ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു സിമ്പിളർ ഫോമിലേക്ക് ആ സംഖ്യയെ എത്തിക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ക്യാൻസലേഷൻ പഠിക്കുന്നത് നമുക്ക് നോക്കാം. ക്യാൻസലേഷൻ പഠിച്ചാൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷൻ മാത്സിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു തരം കാൽക്കുലേഷൻ വരുന്ന വലിയ വലിയ നമ്പേഴ്സിന് ചെറുതാക്കി കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു രൂപത്തിലാക്കുക, അല്ലെങ്കിൽ അതിനെ വെട്ടി ചെറുതാക്കി കുറച്ചുകൂടെ ബെറ്റർ ഒരു ഫോമിലാക്കുക. അപ്പോൾ ആ സിംപ്ലിഫിക്കേഷൻ സെക്ഷൻ ഈസിയാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന മിക്ക കണക്കിൻ്റെയും സ്റ്റെപ്പുകൾ 5 6 സ്റ്റെപ്പിൽ തീർക്കേണ്ട കണക്കുകൾ ചിലപ്പോൾ നമുക്ക് 1 2 സ്റ്റെപ്പിലേക്ക് ചുരുക്കാൻ പറ്റും. കാരണം നമുക്ക് എളുപ്പത്തിൽ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് എഴുതുന്നതിന് പകരം ഒരൊറ്റ സ്റ്റെപ്പിൽ ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന സമയത്ത് നമുക്കതിനെ ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല, അങ്ങനെ ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാം ചെയ്യുമ്പോൾ ടൈം പോകുന്നു എന്നുള്ള ടെൻഷനും കുറയും, നമ്മുടെ സ്പീഡും കൂടും, കുറച്ച് ടൈമിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം പ്രഷർ ഇല്ലാണ്ട് സ്ട്രെസ് ഇല്ലാണ്ട് കംഫർട്ടബിളായിട്ട് സോൾവ് ചെയ്യാനും പറ്റും, എക്സാം ക്ലിയർ ചെയ്ത് ജോലി മേടിക്കാനും പറ്റും. അപ്പോൾ ക്യാൻസലേഷൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിനെ സംബന്ധിച്ച്. മാത്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ് ക്യാൻസലേഷൻ. പല ചാപ്റ്റേഴ്സിലും അത് ആവശ്യമുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, HCF, LCM, സിംപ്ലിഫിക്കേഷൻ, ഓൾജിബ്ര, അങ്ങനെ മിക്ക ചാപ്റ്റേഴ്സിലും ക്യാൻസലേഷൻ പാർട്ട് നീഡാണ്, വളരെ ആവശ്യകതയായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഈസി ആകണമെങ്കിൽ ഒന്ന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അറിഞ്ഞിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നതിൻ്റെ കൂടെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 തൊട്ട് 12 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അപ് ടു 12 ആണ്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ 20ൻ്റെ ടേബിൾ 20 വരെ പഠിക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. മിനിമം 20ൻ്റെ ടേബിൾ 20 വരെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ബാങ്ക് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 30/30യുടെ ടേബിൾ വരെ പഠിക്കുന്നത് അത്യാവശ്യം അഡ്വൈസബിൾ ആയിരിക്കും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 20ൻ്റെ ടേബിൾ 20 വരെ പഠിച്ചിട്ട് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 28 ഗുണം 21 അങ്ങനെയൊക്കെയുള്ള റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് കാണാതെ പഠിച്ചു വെക്കുന്നത് ബെറ്റർ ആയിരിക്കും ബാങ്കുകാർ. അല്ലാതുള്ളവർ ഒരു 20 to 20 വരെങ്കിലും പഠിച്ചാൽ ബെറ്റർ ആണ്. അവിടെ നിങ്ങൾ ഓർക്കുക, 12ൻ്റെ ടേബിൾ തൊട്ട് 19ൻ്റെ ടേബിൾ വരെ നിങ്ങൾ പഠിച്ചാൽ മതി. 20 to 20 വരെയുള്ള ടേബിളിനകത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും 12 to 19ൻ്റെ ടേബിൾ പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. ടേബിൾസ് ഈസി ആയിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ടേബിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂളൂടെ അറിയും. ഈ ഡിവിസിബിലിറ്റി റൂളും അതേ കണക്ക് തന്നെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ അത്യാവശ്യം ക്യാൻസലേഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബിഗ്ഗർ ടേബിൾസ് അറിയും തോറും നിങ്ങളുടെ ക്യാൻസലേഷൻ പ്രൊസീജിയർ കുറേ കൂടെ ഫാസ്റ്റും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് പ്രിഫേർഡ് 12 to 19 വരെയുള്ള ടേബിൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. 12 to 19 വരെയുള്ള ടേബിൾ. അപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിവിസിബിലിറ്റി റൂൾ നോക്കാം. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 കൊണ്ട് ഒരു സംഖ്യ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെ അറിയാം? ലാസ്റ്റ് നമ്പർ ഈവൻ ഡിജിറ്റ് ആണെങ്കിൽ, ഈവൻ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2 4 6 8 0 ഈ സംഖ്യകൾ ഏതെങ്കിലും ആണെങ്കിൽ, ഇരട്ട സംഖ്യകൾ ഏതെങ്കിലും ആണെങ്കിൽ ആ നമ്പർ കംപ്ലീറ്റ്ലി 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ലാസ്റ്റ് സംഖ്യ 8 അല്ലേ? 8ൽ 8 മാത്രമേ ഉള്ളത്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 8ൽ 2 എത്ര മടങ്ങ് അടങ്ങുന്നു നോക്കും. 8ൽ 2, അപ്പോൾ 2ൻ്റെ ടേബിൾ നോക്കുമ്പോൾ 2 ഗുണം 4 ആണ് 8. 2 4 തവണ 8ൽ അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ 8 ഗുണം 2 ആണ് 4 ഗുണം 2 ആണ് 8. അപ്പോൾ 8ൽ 2 4 മടങ്ങ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഉത്തരവെന്ന് പറയുന്നത് 4. ഇങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്ത് ചെറുതാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിവിസിബിലിറ്റി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇനി അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.
അപ്പോൾ 8ൽ നമ്മൾ 4 നോക്കിയ കണക്ക് നമുക്ക് സോറി 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത കണക്ക് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 18 ഡിവൈഡ് ബൈ 2. അപ്പോൾ 18ൽ 2 ഉണ്ടോ? നമുക്ക് ചെക്ക് ചെയ്യാം. അത് ഈവൻ നമ്പർ ആണെങ്കിൽ 18 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 8 അല്ലേ വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ഇരട്ട സംഖ്യയാണ്. അതിന് നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 2 × 9 ആണ് 18. അതായത് 18ൽ 2 9 മടങ്ങ് അടങ്ങിയിരിക്കുന്നു. ഉത്തരം 9 വരും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 4ൻ്റെ ഡിവിസിബിലിറ്റിയാണ് നോക്കുന്നത്. 2 പഠിച്ചു, ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. 4 കൊണ്ടും 8 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ അത് റൂൾ ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഓർത്തിരിക്കാൻ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ 2, 4, 8 ഒന്നിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒരു സംഖ്യയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, അതായത് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന സംഖ്യകളാണെങ്കിൽ ആ എൻറ്റയർ നമ്പർ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 724. അപ്പോൾ നോക്കാം, ലാസ്റ്റ് 2 നമ്പറുകൾ നമ്മൾ ചെക്ക് ചെയ്യും. ലാസ്റ്റ് 2 നമ്പർ 24. 4ൻ്റെ ടേബിളിനകത്ത് 24 ഉണ്ടോ? 24നെ 4 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? 4 × 6 24 അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ സംഖ്യയും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 724നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 724. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. 724 ചെയ്യുമ്പോൾ 7നകത്ത് 4 ഒരു തവണ, 3 32, 32ൽ 8 തവണ, ബാക്കി 4 വരും. 4നകത്ത് 4 ഒരു തവണ വരും. 181 ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ ചെയ്ത പ്രോസസ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. 724ൽ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുക, മുകളിലും താഴെയും കിടക്കുന്ന സംഖ്യകളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കിടക്കുന്ന നമ്പറിനെ 4 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക, താഴെ കിടക്കുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 4നെ താഴത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4ൽ 4 ഒരു തവണ, 724ൽ 4 എത്ര തവണ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ 724ൽ 4 എത്ര തവണ ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് നമ്മളിങ്ങനെയാണ് നോക്കുന്നത്. ആദ്യത്തെ സംഖ്യ 7, 7ൽ 4 ഉണ്ട് ഒരു തവണ. ദെൻ 7ൽ 4 പോയി കഴിഞ്ഞാൽ ശിഷ്ടം ബാലൻസ് വരുന്നത് 3 ആണ്. ആ 3ഉം 2ഉം 32. 32ൽ 4 8 തവണയുണ്ട്. 8 4s are 32. 8 4 32. അപ്പോൾ 32 പോയി, മിച്ചം എന്താ ഉള്ളത്? ഈ 32 പോയി, മിച്ചം എന്താ ഉള്ളത്? 4 ഉള്ളത്. 4നകത്ത് 4 ഒരു തവണ. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ 181. അപ്പോൾ ഇവിടെ ഓർക്കുക, ഈ വെട്ടിച്ചുരുക്കുക അല്ലെങ്കിൽ വെട്ടിച്ചെറുതാക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴെയും മുകളിലും ഒരേ സംഖ്യയെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അത്. അതുകൊണ്ട് ആത്യന്തിക ലക്ഷ്യം, അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പറിനെ 1 ആക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിൽ ഒരൊറ്റ സംഖ്യ മാത്രം കിടക്കും. അതൊരു ഫ്രാക്ഷൻ അല്ലാതെ ഒരു നോർമൽ നമ്പറായി മാറും. ഇങ്ങനെ ചെറുതാക്കിയാൽ നമുക്ക് ബാക്കി കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ പറയാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ കാണാൻ എളുപ്പമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മളതിനെ വെട്ടിച്ചുരുക്കി ചെറുതാക്കുന്നത്. എയിം അടിയിൽ കിടക്കുന്ന ആളെ, ഡിനോമിനേറ്റർ, ഒരു ഫ്രാക്ഷൻ്റെ താഴെ കിടക്കുന്ന ആളെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. മുകളിൽ കിടക്കുന്നതിനെ ന്യൂമറേറ്റർ എന്ന് പറയും. ഈ ഡിനോമിനേറ്റർ നമുക്ക് ചെറുതാക്കി 1 ആക്കണം. അപ്പോൾ ഡിനോമിനേറ്റർ ഒറ്റയ്ക്ക് ചെറുതാക്കാൻ പറ്റില്ല. ഡിനോമിനേറ്റർ എങ്ങനെയാണോ ചെറുതാക്കുന്നത് അതേ കണക്കിൽ തന്നെ ന്യൂമറേറ്ററിനും ചെറുതാക്കണം എന്നുള്ളതാണ് കണക്ക്. എന്നാൽ മാത്രമേ ആ ഫ്രാക്ഷൻ്റെ മൂല്യം മാറാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? മുകളിലും താഴെ ഒരേ സംഖ്യകളെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 4നെ 1 ആക്കണമെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. 724നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 181 കിട്ടി. അപ്പോൾ ഈ സ്റ്റെപ്പുകളുണ്ടല്ലോ, അതായത് ഈ മൾട്ടിപ്പിൾ ടൈംസ് മുകളിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതായിട്ട് എഴുതി, താഴെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതായിട്ട് എഴുതി, ഇതൊന്നും ഇല്ലാതെയും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഡയറക്റ്റ് ഈ 4നെ കൊണ്ട് ഇതിനെ അങ്ങ് ഹരിക്കും, ഈ 4നെ കൊണ്ട് ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പോഴും ഇത് തന്നെ അർത്ഥം. 4 7ൽ എത്ര മടങ്ങ് അടങ്ങിയിരിക്കുന്നു? 7ൽ ഒരു മടങ്ങേ 4ന് ഇരിക്കാൻ പറ്റുള്ളൂ. മിച്ചം 3, ശിഷ്ടം 3. ആ 3ഉം അടുത്ത 2ഉം കൂടെ ചേരുമ്പോൾ 32. ആ 32ൽ 4 8 മടങ്ങ് ഇരിക്കാൻ പറ്റും, 32. അപ്പോൾ ആ 32 പോയിട്ട് ബാലൻസ് 0. മിച്ചം അടുത്ത് ഒരു 4 കിടപ്പുണ്ട്. ആ 4നകത്ത് 4 ഒരു തവണ വരും. ഇത് ശരിയാണോ എന്നറിയാൻ തിരിച്ച് ഗുണിച്ച് നോക്കിയാൽ മതി. ഈ 181ൻ്റെ കൂടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, ഉത്തരം കിട്ടുമെന്ന് നോക്കാം. 4 × 1 4, 4 ഗുണം 8 32, 2 3, 1 4 4, 4 3ഉം കൂട്ടിയാൽ 7. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ
ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സംഖ്യയെ താഴെ കിടക്കുന്ന സംഖ്യയെ കൊണ്ട് മുകളിലുള്ള സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ മതി. എന്നിട്ട് ഡിനോമിനേറ്ററിനെ ഒന്നോ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാൻ നോക്കുക. ഇതാണ് നമ്മുടെ ക്യാൻസലേഷൻ്റെ പർപ്പസ്. അത് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാൻ നോക്കുന്നത്. പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഈസി ഒരു ഫോമിലോട്ട് മാറണം. ചെയ്യുന്ന രീതി ഇതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന 4നെ കൊണ്ട് ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. 4നെ കൊണ്ട് ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി വേറൊരു സംഖ്യ 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത്രയാണ് റൂള്. ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അപ്പോൾ 824 ഈ സംഖ്യയിൽ 824 നോക്കാം. 824നെ 8 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ 8 ഇതിനകത്ത് ഒരു മടങ്ങ് ഉണ്ടാവണം. 2ൽ 8 ഇരിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു 0 ഇടും. ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കാം. 2നകത്ത് അടുത്ത സംഖ്യ, ഇതിൽ അടുത്ത സംഖ്യ എടുക്കണം. നമ്മൾ എടുക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അവിടെ 0 ഇട്ടിട്ട് ഈ 2നെ നമ്മൾ 4ൻ്റെ കൂടെ കൂട്ടും. അപ്പോൾ അത് 24 ആകും. 24ൽ 8 24ൽ 8 3 മടങ്ങ്. അപ്പോൾ മൊത്തത്തിൽ ക്യാൻസൽ ആക്കും. ഈ 824നകത്ത് 8 ഉണ്ട്. വിച്ച് മീൻസ് ഈ 1824 എന്നുള്ള ഫുൾ നമ്പറും 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 1824നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 1ൽ നിൽക്കില്ല. അപ്പോൾ അടുത്തുള്ള സംഖ്യ 8നെയും കൂടെ നമ്മൾ എടുക്കും. അപ്പോൾ 18 18ൽ 8 2 തവണ 16. 18ൽ നിന്ന് 16 കുറച്ച് കഴിഞ്ഞാൽ മിച്ചം വരുന്നത്, ശിഷ്ടം വരുന്നത് 2. 2ഉം 2ഉം 22. 22ൽ 8 2 തവണ. 22ൽ 8 2 മടങ്ങ് 16 അടങ്ങുന്നത്. 16 പോയാൽ മിച്ചം 6 വരും. 6ഉം 4ഉം 64. 64ൽ 8 തവണ. 8 8 64. അപ്പോൾ ഉത്തരം 224 വരും. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം നിങ്ങളെ ഡിവിസിബിലിറ്റി കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഞാൻ ക്യാൻസലേഷൻ അല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ടെൻഷൻ ആവണ്ട. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പം നമ്മൾ നോക്കിയത് 8 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി എന്താണെന്ന് പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമ്പറിന് ഒരു സംഖ്യ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 2 സംഖ്യകൾ 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി ഒരു സംഖ്യ 8 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അതിൻ്റെ ആ സംഖ്യയുടെ ലാസ്റ്റ് 3 ഡിജിറ്റുകൾ 8 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് ആ സംഖ്യയും 8 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇനി 3 കൊണ്ടും 9 കൊണ്ടും 3 കൊണ്ടും 9 കൊണ്ടും ഒരു സംഖ്യ ഡിവിസിബിൾ ആണോ അല്ലയോ എന്നറിയാൻ ഡിജിറ്റ് സം എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റ് സം ഒരു സംഖ്യയിലെ നമ്പേഴ്സിനെ എല്ലാം തമ്മിൽ കൂട്ടുന്നതിനാണ് നമ്മൾ ഡിജിറ്റ് സം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 27 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും? 2 + 7 ചെയ്യും. 2 + 7 9 ആണ്. 9 എന്ന് പറയുന്ന സംഖ്യ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3ൻ്റെ ടേബിൾ ഉണ്ട്. 3 × 3 = 9 അല്ലെങ്കിൽ 3 8 3 വരുന്നത് 9 ആണ്. അപ്പോൾ 27 3 കൊണ്ട് ഡിവിസിബിൾ. അത് ചെക്ക് ചെയ്ത് നോക്കാം. 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 9s are 27. 3 27ൽ 9 മടങ്ങ് അടങ്ങിയിരിക്കുന്നു അല്ലേ? അപ്പോൾ ശരിയാണ്. ഇനി അടുത്തത് 9ന് ഒരു സംഖ്യയെ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സംഖ്യയിലുള്ള എല്ലാ നമ്പേഴ്സിനെയും തമ്മിൽ കൂട്ടുക. 1827 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? 1 + 8 ഡിജിറ്റ് സം എടുക്കും. 1 + 8 + 2 + 7 8ഉം 2ഉം 10 10 1 11 11 7 18 18 9 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? അതെ, 2 വെട്ടം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു സംഖ്യ 9 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ആ സംഖ്യയിലെ എല്ലാ നമ്പേഴ്സിനെയും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ദെൻ ഒരു സംഖ്യ 6 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, ഓർക്ക് 6 എന്ന് പറഞ്ഞാൽ 2 × 3 അല്ലേ? 6 2 × 3 അല്ലേ? അപ്പോൾ 2 കൊണ്ടും ഡിവിസിബിൾ ആണ്, 3 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ 6 കൊണ്ട് ഒരു സംഖ്യ ഡിവിസിബിൾ ആണ്. അപ്പോൾ 3 9 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഡിജിറ്റ് സം 3 9 കൊണ്ട് ഡിവിസിബിൾ ആകണം. ഒരു സംഖ്യ 3 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ആ സംഖ്യയെ എല്ലാം കൂടെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പറും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ആ നമ്പറിലുള്ള എല്ലാ ഡിജിറ്റ്സും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതെനിക്ക് 6നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിലോ ആ നമ്പർ 2 കൊണ്ടും ഡിവിസിബിൾ ആണ്, അതായത് ഒരു ഈവൻ നമ്പറുമാണ്. ദെൻ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, 3ൻ്റെ റൂളും പാലിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ സംഖ്യകൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 5ൽ തീരുന്നതാണ്. ഓർമ്മയുണ്ടോ? 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 5 × 1 5
5 ഇൻറ്റു 2 10, 5 ഇൻറ്റു 3 15. കിട്ടുന്ന എല്ലാ ആൻസറും 15, 20, 25 നമുക്ക് ഓർമ്മയുണ്ട്. 15, 20, 25, 30 അങ്ങനെ പോകും. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 0. അപ്പോൾ ഏതൊരു നമ്പറും 5ഓ 0ഓ തീരുന്ന നമ്പർ ആണെങ്കിൽ അത് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അല്ലാതെ ഉള്ളതൊന്നും 5 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഇനി 10 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിലോ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ മാത്രമേ അത് 10 കൊണ്ട് ഡിവിസിബിൾ ആകുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ വിട്ടുപോയ ഒരു പാവത്താനുണ്ട്, 7ൻ്റെ ഡിവിസിബിലിറ്റി. 7ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ പറയുന്ന ഒരു ഫോർമുല കണക്ക് ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ തന്നിരിക്കുന്ന നമ്പർ നമ്മൾ എഴുതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 763 തന്നിരിക്കുന്ന നമ്പർ എഴുതി. ഈ നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഗിവൺ നമ്പറിനകത്ത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്. ഇത് യൂണിറ്റ് ഡിജിറ്റ്, ഇത് 1ൻ്റെ സ്ഥാനത്തുള്ള ഡിജിറ്റ്, ഇത് 10ൻ്റെ സ്ഥാനത്തുള്ള ഡിജിറ്റ്, ഇത് 100ൻ്റെ സ്ഥാനത്തുള്ള ഡിജിറ്റ്, 700, ഇത് 60, അതാണ് 10ൻ്റെ സ്ഥാനം, ഇത് 100ൻ്റെ സ്ഥാനം, 700ൻ്റെ സ്ഥാനത്താണ്, 3 1ൻ്റെ ഡിജിറ്റിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഈ ഗിവൺ നമ്പറിലെ യൂണിറ്റ് ഡിജിറ്റ് മാറ്റിയിട്ട് ബാക്കിയുള്ള നമ്പറുകളെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 76 - 6 70 കിട്ടും. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ആ കിട്ടുന്ന സംഖ്യ 7ൻ്റെ ഒരു മൾട്ടിപ്പിളോ 0 ആണെങ്കിൽ, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ ഗിവൺ നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. 763 നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. 763നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 763 7നകത്ത് 7 ഒരു തവണ, 6 7 അടങ്ങില്ല, അപ്പം 0, 6 അപ്പുറത്ത് പോയി, 63 7 9 മടങ്ങ് 109 കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിളായി. അപ്പോൾ 7 കൊണ്ടൊരു സംഖ്യ ഡിവിസിബിൾ ആവണമെങ്കിൽ ഇത്രയാണ് റൂള് വരുന്നത്. ആ തന്നിരിക്കുന്ന നമ്പറിലെ വൺസ് ഡിജിറ്റ് മാറ്റി വയ്ക്കുക. മിച്ചമുള്ള നമ്പറിൽ നിന്ന് വൺസ് ഡിജിറ്റിൽ ഉള്ള സംഖ്യയെ ഇരട്ടിപ്പിച്ച് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഒന്നുകിൽ 7ൻ്റെ മൾട്ടിപ്പിളോ 0 ആയിരിക്കും. ഇത്രയാണ് സ്റ്റാൻഡേർഡ് ഡിവിസിബിലിറ്റി റൂൾസ്. ബേസിക് നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ഇത്രയാണ് വരുന്നത്. ബെയർ മിനിമം ഇത്ര അറിയാമെങ്കിൽ, പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ക്യാൻസലേഷൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, പല കണക്കിലും ലാസ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേഷൻ പാർട്ടിൽ വരുമ്പോൾ ഏതൊക്കെ തരത്തിൽ ഇത് അപ്ലൈ ചെയ്ത് വരാമെന്ന് പഠിപ്പിക്കും. ആ ആപ്ലിക്കേഷൻ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പുകളൊക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യേണ്ട, ക്യാൻസലേഷൻ ചെയ്യേണ്ട ഭാഗം എടുത്തുകൊണ്ടായിരിക്കും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഈസി ആകണമെങ്കിൽ, അല്ലെങ്കിൽ ബെറ്ററായിട്ട് നിങ്ങൾക്ക് എല്ലാ കൺസെപ്റ്റും എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് നിങ്ങളെ ഫ്രാക്ഷനൂടെ പഠിപ്പിക്കണം. ഫ്രാക്ഷൻ്റെ ഓപ്പറേഷൻസ് കൂടെ പഠിപ്പിക്കണം. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാൻസലേഷനിലേക്ക് കടക്കും. അപ്പോൾ ക്യാൻസലേഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ബേസിക്കലി 4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിക്കും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതിൻ്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ളവ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ആക്ച്വൽ ഫാക്ടേഴ്സ് എന്ന് മനസ്സിലാക്കണം. ദെൻ രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്ന് പഠിക്കും. മൂന്നാമത് നമ്മൾ ഫ്രാക്ഷൻസ് എന്താണെന്നും ഫ്രാക്ഷൻസിൻ്റെ ഓപ്പറേഷൻസ് എന്താണെന്നും പഠിക്കും. അപ്പോൾ ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രാക്ഷനും ഒരു തരത്തിലെ നമ്പറാണ്. ഇൻ ദ ഫോം ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ള രൂപത്തിൽ കാണുന്ന ഒരു സംഖ്യയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭിന്നസംഖ്യ എന്ന് മലയാളത്തിൽ പറയും. ന്യൂമറേറ്ററിന് അനുച്ഛേദം, ഡിനോമിനേറ്റർ ഛേദം എന്നൊക്കെ വിളിക്കും. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ 1/2 ഒരു ഫ്രാക്ഷനാണ്, 2/3 ഒരു ഫ്രാക്ഷനാണ്, 3/2 മറ്റൊരു ഫ്രാക്ഷനാണ്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 തരം ഫ്രാക്ഷനുകളുണ്ട്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതായിട്ടുള്ള ഫ്രാക്ഷൻ, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതായിട്ടുള്ള ഫ്രാക്ഷൻ, അതിനെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. പ്രോപ്പറായിട്ടുള്ള ഫ്രാക്ഷൻ. യഥാർത്ഥത്തിൽ ഒരു ഫ്രാക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനെയാണ് നമ്മൾ ആ ഒരു രൂപത്തിലുള്ളതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ചില സമയം ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതായിരിക്കും. മുകളിലുള്ള സംഖ്യ താഴത്തെ സംഖ്യയെക്കാളും വലുതായിരിക്കും. അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ 2 തരം ഫ്രാക്ഷനാണ് ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും മൂന്നാമതൊരു ഫ്രാക്ഷൻ കൂടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ വേറെ രൂപത്തിൽ മാറ്റി എഴുതുന്നതിനാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? ഇത് ന്യൂമറേറ്റർ വലുതായിട്ടുള്ള ഫ്രാക്ഷനാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എടുത്ത് നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യും.
3/2 എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. ഈ ഫ്രാക്ഷന് വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. 3/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3/2 എന്നാണ്. അല്ലേ, നമ്മൾ നേരത്തെ ക്യാൻസൽ ചെയ്തു. 3/2ന് 3/2 എന്നൊരു അർത്ഥം ഉള്ളത് കൊണ്ടാണ് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഫസ്റ്റ് പ്ലേസിൽ. അപ്പോൾ ഇത് 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3ക്കകത്ത് 2 ഒരു മടങ്ങുണ്ട്, 2. മിച്ചം എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഉത്തരം 1 ആണ്. പക്ഷേ ഒരു റിമൈൻഡർ ഉണ്ട്. റിമൈൻഡർ 1 ആണ്. അപ്പോൾ 3/2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആൻഡ് 1/2 ആണ്. 3/2ൻ്റെ മൂല്യം 1ഉം അരയും, 1/2 ആണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഒരു ഹോൾ നമ്പർ ആയിട്ട് ഒരു ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഫ്രാക്ഷൻ്റെ 3 ടൈപ്പ് വരുന്നത്. പക്ഷേ ഈ ഫ്രാക്ഷൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് കറക്റ്റായിട്ടുള്ള ഒരു ഫ്രാക്ഷൻ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂല്യമാണ്, ഇതൊരു നമ്പറാണ്. ഈ നമ്പറിൻ്റെ മൂല്യം ഓൾവേസ് ലെസ് ദാൻ 1 ആണ്. ഒന്നിനേക്കാളും ചെറുതാണ് ഇതിൻ്റെ മൂല്യം. ഫ്രാക്ഷൻ്റെ മൂല്യം എന്ന് പറയുന്നത്, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ്റെ മൂല്യം എന്ന് പറയുന്നത് 1ൽ കുറവാണ്. 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്, പകുതി ഭാഗമാണ്. 1/4 എന്ന് പറഞ്ഞാൽ കാൽ ഭാഗമാണ്. 2/3 എന്ന് പറഞ്ഞാൽ 66.66%. 1/3 എന്ന് പറഞ്ഞാൽ 0.333 ആണ്, അഥവാ 33.33%. അപ്പോൾ 1ൽ കുറഞ്ഞുള്ള മൂല്യങ്ങളെയാണ്, നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. മുകളിലെ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഫോമിൽ എഴുതുന്നതാണ്. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എ നമ്പർ ദാറ്റ്സ് ഗ്രേറ്റർ ദാൻ 1. അതുകൊണ്ടാണ് അതിനെ 3/2നെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 1/2 അരയും കൂടെ എന്നുള്ള രൂപത്തിലൊക്കെ മാറ്റി എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഖ്യകളാണ്, മുകളിലും താഴെ ഓരോ സംഖ്യയായിട്ട് എഴുതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേറെ ചില കാര്യങ്ങളുമായിട്ട് തന്നെ സിമിലാരിറ്റി ഉള്ളതാണ് ഈ ഫ്രാക്ഷൻസ് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാമോ? അപ്പോൾ വേറെ എവിടെയെങ്കിലും നമ്മൾ ഈ ഒരു ഫോമാറ്റിൽ കണ്ടിട്ടുണ്ടോ? എവിടെയാണ്? നമ്മൾ റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റ് കണ്ടിട്ടുണ്ട്. റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റ് 1/2 എന്ന് പറഞ്ഞാൽ 1:2 എന്നർത്ഥം. അതേ കണക്ക് തന്നെയാണ് നമ്മൾ 1/2 എന്ന് എഴുതുമ്പോഴും 1/2 എന്ന് എഴുതും. ഇതെല്ലാം ഏകദേശം ബേസിക്കലി ഒരേ ഓപ്പറേഷനാണ്. ഈ സംഖ്യയോട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റും. അത് ഓപ്പറേഷൻ പാർട്ടിൽ വരുന്നതാണ്, പക്ഷേ പലതിൻ്റെ അർത്ഥം പലതാണ്. അതായത് റേഷ്യോ എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ അർത്ഥമല്ല നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അർത്ഥം. പലതും പലതാണ്. ഇപ്പോൾ ഫ്രാക്ഷൻ്റെ ഒരു അർത്ഥം, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഒരു കേക്കുണ്ട്. ആ കേക്കിനെ 4 കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. അത് ഒരു കഷ്ണം ഞാൻ എടുത്ത് കഴിച്ചു. കേക്കിൽ എത്ര കഷ്ണം ഉണ്ടായിരുന്നു? 4 കഷ്ണത്തിൽ ഒരു കഷ്ണം ഞാൻ കഴിച്ചു. കേക്കിൽ 4 ഭാഗം ഞാൻ കഴിച്ചു. അഥവാ കേക്കിൻ്റെ കാൽ ഭാഗമാണ് ഞാൻ കഴിച്ചത്. 25% ഞാൻ കഴിച്ചത്. ഇനി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ എനിക്ക് 1 സ്പൂൺ തേയിലയും 2 സ്പൂൺ പഞ്ചസാരയുമാണ് വേണ്ടത്. ഞാൻ ഷുഗറൊന്നും മരിച്ചില്ലെങ്കിൽ ഓരോ വട്ടം ഞാൻ ചായ ഇടുമ്പോൾ 1 സ്പൂൺ തേയിലയും 2 സ്പൂൺ പഞ്ചസാരയും ഉപയോഗിക്കും. അപ്പം ഞാൻ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കിയാലോ? ഞാൻ 2 സ്പൂൺ തേയിലയും ഞാൻ 4 സ്പൂൺ പഞ്ചസാരയും ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ എനിക്കറിയാം അവിടെ ഒരു അംശബന്ധം ഞാൻ കീപ്പ് ചെയ്യണം, ഒരു റേഷ്യോ ഞാൻ കീപ്പ് ചെയ്യണം. 1 സ്പൂൺ തേയിലയ്ക്ക് 2 സ്പൂൺ പഞ്ചസാര എന്നുള്ള കണക്കെടുക്കണം. 2 ഗ്ലാസ് ആയപ്പോൾ അത് 2 സ്പൂൺ തേയിലയ്ക്ക് 4 സ്പൂൺ പഞ്ചസാര. 3 ഗ്ലാസ് ചായയാണ് ഞാൻ ഉണ്ടാക്കേണ്ടതെങ്കിൽ 3 സ്പൂൺ 3 സ്പൂൺ തേയിലയ്ക്ക് ഞാൻ 6 സ്പൂൺ പഞ്ചസാര എടുക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു അംശബന്ധം അവിടെ ഒരു റേഷ്യോ ഉണ്ട്. അതാണ് റേഷ്യോയുടെ കൺസെപ്റ്റ്. ഫ്രാക്ഷൻ്റെ കൺസെപ്റ്റ് മൊത്തത്തിൽ എത്ര എന്നുള്ളതാണ് ഒരു ഫ്രാക്ഷൻ്റെ ഒരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഒന്നിനേക്കാളും ചെറിയൊരു വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയാണ് ഫ്രാക്ഷൻ്റെ 4 ഓപ്പറേഷനുകൾ നമുക്ക് പഠിക്കണം. അപ്പോൾ ഈ കൺസെപ്റ്റ് ഇടാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വെട്ടിക്രിയയിലേക്ക് കടക്കാൻ പറ്റും. മാത്സിൽ 4 ഓപ്പറേഷൻസ് ആണുള്ളത്. അഡിഷൻ കൂട്ടുക, സബ്ട്രാക്ഷൻ കുറയ്ക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കുക, ഡിവിഷൻ ഡിവൈഡ് ചെയ്യുക അഥവാ ഹരിക്കുക. ആകെ ഒരൊറ്റ ഓപ്പറേഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് അഡിഷൻ. അഡിഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ തമ്മിൽ കൂട്ടുന്നതിനാണ്, ഒന്നിച്ച് വരുന്നതിനാണ് നമ്മൾ അഡിഷൻ എന്ന് പറയുന്നത്. 1 2. ഇനി എന്താണ് സബ്ട്രാക്ഷൻ? നമ്മുടെ കയ്യിൽ 3 കാര്യം എന്തോ ഉണ്ട്, അതിൽ 1 അങ്ങ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? 3ൽ നിന്ന് 1 കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? 2 കിട്ടുന്നു.
അതാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 വസ്തുക്കൾ എടുത്തു വെച്ച് അതിൽ ഒരു വസ്തു പോയി കഴിഞ്ഞാൽ മിച്ചം എത്ര ഉണ്ടെന്ന് അറിയാൻ 3ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ മിച്ചം 2 കാര്യങ്ങളാണ് ഉള്ളതെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതേ കണക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. എൻ്റെ കയ്യിൽ 2 പേനയുണ്ട്. വീണ്ടും ഞാൻ 2 പേന എടുത്തു അല്ലേ? അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും 2 പേന എടുത്തു. ഞാൻ വീണ്ടും 2 പേന എടുത്തു. അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും 2 പേന എടുത്തു. അങ്ങനെ 4 വട്ടം ഈ 2 പേന വീതം എടുത്തു. അപ്പോൾ 2 + 2 + 2 + 2 ഈസ് ഈക്വൽ ടു 2 2 4 4 2 6 6 2 8. അപ്പോൾ ഇത് കുറേ നമ്പേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി പോകുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് പകരം നമ്മളൊരു കുറുക്ക് വഴി കണ്ടുപിടിച്ചു. അതാണ് മൾട്ടിപ്ലിക്കേഷൻ. 2 4 തവണ എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അവിടെ ഉണ്ടായി. അത് വെച്ച് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ 4 2 തവണ എടുത്തതായിരിക്കും. 2 വട്ടം 4 4 പേനകൾ വീതം എടുത്തതാണ്. അപ്പോഴും 8 കിട്ടും. അപ്പോൾ അതിനെ അവരെങ്ങനെ പറഞ്ഞു? 4 2 മടങ്ങ് 8 4 × 2. അങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണനപ്പട്ടിക ഉണ്ടായത്. കൂട്ടുന്ന കാര്യം റിപ്പീറ്റഡ് അഡിഷൻ ചെയ്യുന്നതിനുള്ള മെനക്കേട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് തിരിച്ച് കണ്ടുപിടിക്കണം. 8ൽ 4 എത്ര തവണയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ ഡിവിഷൻ എന്ന് പറയും. 8ൽ 4 എത്ര തവണ അടങ്ങിയിരിക്കുന്നു? 8/4 അത് 2 മടങ്ങാണ്. 4 × 2 4 8ൽ 2 മടങ്ങുണ്ട്. അപ്പോൾ ഉത്തരം 2. അപ്പോൾ അത് ബേസിക് ഓപ്പറേഷൻസ് ആയിരുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഫ്രാക്ഷൻസിനകത്ത് ഈ ബേസിക് ഓപ്പറേഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ അഡിഷനും സബ്ട്രാക്ഷൻ നമുക്ക് ഒന്നിച്ച് നോക്കാം. 2/3 + 1/3. അടുത്തൊരു ഓപ്പറേഷൻ 2/3 - 1/3. അപ്പോൾ ഫ്രാക്ഷനിൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം ഡിനോമിനേറ്റർ. അഡിഷനും സബ്ട്രാക്ഷനുമാണ് നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എങ്കിൽ നമുക്ക് വേണ്ടത് ഒരേ ഡിനോമിനേറ്റർ ആയിരിക്കണം. ഒരേ ഡിനോമിനേറ്ററുകളാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ എന്താണ് ഓപ്പറേഷൻ? കൂട്ടുകയാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുക ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 2 + 1 എന്ന് എഴുതാം. ഇവിടെ 2 - 1 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ത് വരും? 2 + 1 3 3/3 വരും. 3/3 3യും 3യും ക്യാൻസലായി പോകും. 3 3ൽ 1 മടങ്ങ്. അപ്പോൾ ഉത്തരം 1 വരും. ഇവിടെ 2ൽ നിന്ന് 1 പോയാൽ മിച്ചം 1 വരും. താഴെ 3 വരും. ഉത്തരം 1/3 എന്ന് വരും. ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യുന്നത് ഈസിയാണ്. ഇനി ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ 2/3 + 3/2 ആണ് ഓപ്പറേഷൻ എങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. പ്ലസ് ആയാലും മൈനസ് ആയാലും ഓൾമോസ്റ്റ് ഒരേ കണക്ക് തന്നെ ചെയ്യുന്നത് കേട്ടോ. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരേ കണക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ജോലി ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ഒന്നാക്കുകയാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഒന്നാക്കണമെങ്കിൽ 3 × 2 ചെയ്താൽ മതി. അതായത് ഇവിടുത്തെ 3യുടെ കൂടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടുത്തെ 2ൻ്റെ കൂടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം ടോട്ടലി ഡിനോമിനേറ്റർ ഇവിടെ 2 × 3 3 × 2 6 വരും. ഇവിടെ 2 × 3 6 വരും. കോമൺ ആയിട്ട് 6 വരും. അപ്പോൾ ഡിനോമിനേറ്റർ ഒന്നാക്കി ബാക്കി പരിപാടി നമുക്ക് എളുപ്പമാകും. പക്ഷേ ഇങ്ങനെ കണക്ക് ചെയ്താൽ തെറ്റാണ് ഉത്തരം കിട്ടും. ഉത്തരം തെറ്റാണ്. കാരണം ഈ സംഖ്യയുടെ മുകളിൽ 2 ആണ് മൂല്യം, താഴെ 3 ആണ് മൂല്യം. പക്ഷെ താഴെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. അപ്പം മൊത്തത്തിൽ ഈ ഫ്രാക്ഷൻ്റെ മൂല്യം മാറിപ്പോകും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ മുകളിലും അതേ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇതും ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. ക്യാൻസലേഷൻ എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അങ്ങനെ മൂല്യം തുല്യമാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം നമ്മൾ മുകളിലും ഈ രണ്ടാമത്തെ ഫ്രാക്ഷനിൽ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചാൽ താഴെ 3 കൊണ്ട് ഗുണിച്ചാൽ മുകളിൽ 3 കൊണ്ട് ഗുണിക്കണം എന്ന് അർത്ഥം. അപ്പോൾ മുകളിൽ എന്താകും? 2 × 2 4 ആകും. ഇടയ്ക്കുള്ള പ്ലസ് 3 × 3 9 ആകും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഉത്തരം 4 + 9 13/6 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ഇതേ നോക്കേ, ഇതേ 2 കൊണ്ടല്ലേ ഈ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത, ഇതേ 3 കൊണ്ടല്ലേ ഇവിടെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ അതിനാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 2/3 + 3/2 ചെയ്യാൻ പറഞ്ഞാൽ ഈ 2നെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 3നെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ, ഇവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുക. അപ്പോൾ 2 × 2 4 + 3 × 3 9 ഡിവൈഡഡ് ബൈ 3 × 2 6 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി ഉത്തരം കണ്ടുപിടിക്കും. 13/6 എന്ന് കിട്ടും. അപ്പോൾ അത്രയും ക്ലിയർ ആണോ? അടുത്ത ഓപ്പറേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഓപ്പറേഷനിൽ വരുന്നത്
രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 2/3 ഇൻറ്റു 4/5. ഇങ്ങനെ വരുമ്പോൾ ഈസിയാണ്. ന്യൂമറേറ്ററുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? 2 ഗുണം 4 ഡിവൈഡ് ബൈ 3 ഗുണം 5. ദാറ്റ് ഈസ് ഈക്വൽ 2 ഗുണം 4 8 വരും, 3 ഗുണം 5 15 വരും. വേറൊരു എക്സാമ്പിൾ നോക്കാം. 4/3 ഇൻറ്റു 5/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഗുണം 5 ഡിവൈഡഡ് ബൈ 3 ഗുണം 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഗുണം 5 20 ബൈ 3 ഗുണം 4 12. ഇത് നമുക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിന് ക്യാൻസലേഷനാണ് ചെയ്യുന്നത്. ഒരേ കണക്കുള്ള സംഖ്യ കൊണ്ട് ഇവിടെ കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്യുന്നതിന് പകരം അവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് മുന്നേ തന്നെ ഇവിടെ ക്യാൻസൽ ചെയ്യും. ആ സ്റ്റെപ്പിൽ പോയി പിന്നെയും ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഇവിടത്തെ ക്യാൻസലേഷൻ എളുപ്പത്തിൽ പറ്റും. ഇവിടെ മുകളിലും താഴെയും സംഖ്യകളുണ്ട്. പക്ഷേ ഈ സംഖ്യകളുടെ ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അവയെ തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ 4നെയും ഈ 4നെയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം. പ്രൊവൈഡഡ് ഇവിടെ ഇടയ്ക്ക് സിമ്പലുകൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, അഡിഷനോ സബ്ട്രാക്ഷനോ ഇല്ല എങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ നമുക്ക് എന്ത് വരും? 5/3 എന്ന് പറഞ്ഞു വരും. മറക്കരുത്, മുകളിലും താഴെയും സംഖ്യകളെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണ്. മുകളിലും താഴെയുള്ള ഏതെങ്കിലുമൊക്കെ സംഖ്യകളെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇടയിൽ ആ സംഖ്യകളുടെ ഇടയ്ക്ക് എന്ത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ? അവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ മാത്രമേ ഉണ്ടാകാവുള്ളൂ. പ്ലസ്സോ മൈനസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല പ്രോസസ്സ് ചെയ്യുന്നത്. ഈ പ്രൊസീജിയറെല്ലാം ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷനാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 3/5 in divided by 9/10. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ഫ്രാക്ഷനുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഫ്രാക്ഷനെ തലകീഴെ എഴുതുക, അഥവാ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, ആദ്യത്തെ ഫ്രാക്ഷൻ്റെ കൂടെ ഗുണിക്കുക. രണ്ട് ഫ്രാക്ഷനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടാമത്തെ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ എടുത്ത് തലകുത്തിയിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആദ്യത്തെ ഫ്രാക്ഷൻ്റെ കൂടെ. അപ്പോൾ ഫ്രാക്ഷൻ ഡിവിഷൻ ചെയ്യാൻ ഈസിയാണ്. സെക്കൻഡ് ഫ്രാക്ഷൻ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. സെക്കൻഡ് ഫ്രാക്ഷൻ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കലിനെ കൊണ്ട് അതിനെ ഫസ്റ്റ് ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഈ എഴുതിയിരിക്കുന്ന അതേ ഫ്രാക്ഷൻ നമുക്ക് വേറൊരു രീതിയിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇത് വരുന്നത് 3/5 the whole divided by 9/10 എന്നായിരിക്കും വരുന്നത്. അതിൻ്റെ അർത്ഥവും എന്ത് മാത്രമേ ഉള്ളൂ? 3/5 divided by 9/10 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 3/5 divided by 3/5 ഇൻറ്റു 10/9. രണ്ടാമത്തെ ഫ്രാക്ഷന് തലകീഴാക്കി എഴുതി നമ്മൾ. ഓക്കെ, അപ്പോൾ അതേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? മുകളിലൊരു ഫ്രാക്ഷൻ താഴെ ഒരു ഫ്രാക്ഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. മുകളിലത്തെ ഫ്രാക്ഷൻ അതേ കണക്ക് കിടക്കും. താഴത്തെ ഫ്രാക്ഷനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് തലകീഴാക്കി മുകളിലത്തെ കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതേ നോക്കേ, മുകളിലത്തെ ഫ്രാക്ഷനെ താഴത്തെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈ ഒരു രൂപത്തിൽ തന്നാലും ചെയ്യേണ്ട എങ്ങനെയാണ്? താഴെ കിടക്കുന്ന ഫ്രാക്ഷനെ എടുക്കുക, മുകളിലത്തെ ഫ്രാക്ഷൻ്റെ കൂടെ താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ എടുക്കുക, മുകളിലത്തെ ഫ്രാക്ഷൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, പക്ഷെ തല തിരിച്ചിടുക. 9/10നെ 10/9 ആയിട്ട് എഴുതുക, ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യുക, ദെൻ ബാക്കി പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം, ക്യാൻസൽ ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. അതെ, 3/5 ഇതിൻ്റെ അർത്ഥം നമുക്ക് എങ്ങനെ എഴുതുന്നത്? 3 × 10 ഡിവൈഡഡ് ബൈ 5 × 9. ഇങ്ങനെ എഴുതണമെന്നില്ല, ഈ താഴത്തെ ഈ സ്റ്റെപ്പ് ഇട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും.
3യും 9ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ 3നെ കൊണ്ട് 9നെ കട്ട് ചെയ്യാം. ഈ 3 9ൽ 3 മടങ്ങുണ്ടെന്ന് പറഞ്ഞ് മുകളിലത്തെ 3നെയും താഴത്തെ 9നെയും കട്ട് ചെയ്യാം നമുക്ക്. ഈ 5 10ൽ 2 മടങ്ങുണ്ടെന്ന് പറഞ്ഞ് അവിടെയും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഉത്തരം നമുക്ക് നോക്കുമ്പോൾ 2/3 വരും. എങ്ങനെയാണ്? ഇവിടെയൊക്കെ കട്ട് ചെയ്തെടുത്ത് മിച്ചം 1 വരുന്നത്. ആ 1 ഗുണം 2 2 വരും. ഈ 1 ഗുണം 3 3 വരും. ഓക്കെ. ഇവിടെ കട്ട് ചെയ്തതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 1 വന്നു. ഈ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ ഇവിടെ 3 വന്നു. ഈ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ അവിടെ 1 വന്നു. ഈ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ അവിടെ 2 വന്നു. അപ്പോൾ മിച്ചം കട്ട് ചെയ്ത് പോയി ഇവിടെ 1 വരും, ഇവിടെ 2 വരും. അപ്പോൾ ഇടയ്ക്ക് ഇൻറ്റു ആണ്. 1 × 2 2. ഇവിടെ 1 മിച്ചം വന്ന് 1 × 3 3 വരും. അത്രയും ക്ലിയർ ആണോ? ഒരു കണക്കൂടെ നമുക്ക് നോക്കാം ആ ടൈപ്പിൽ. 5/16 the whole divided by 25/8 എന്ന് വന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നേ? 5/16 അതേ കണക്ക് എഴുതി. അടിയിൽ കിടക്കുന്ന ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യും, പക്ഷെ തല തിരിച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ 25/8 8/25 ആയി മാറും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവാ. 5 25ൽ 5 മടങ്ങ് കട്ടായിപ്പോയി. ഇവിടെ മിച്ചം 1 ഉള്ളൂ. 8 16ൽ 2 മടങ്ങ് അടങ്ങിയിട്ടുണ്ട്. ഈ 8 2 8s are 16. മിച്ചം ഇവിടെ 1 ഉള്ളത്. അപ്പോൾ 1 × 1 1 ഡിവൈഡഡ് ബൈ 2 × 5 10. അപ്പോൾ ഉത്തരം 1/10. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫ്രാക്ഷനുകളുടെ ഡിവിഷൻ റെസിപ്രോക്കൽ എടുത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുന്നത്. ഇനി നമുക്ക് ക്യാൻസലേഷനിലേക്ക് കടക്കാം. 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 12/16. അപ്പോൾ നമുക്ക് നോക്കാം. 12/16. അപ്പോൾ ഈ 2 ഈവൻ നമ്പർ അല്ലേ? ഇത് പല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ക്യാൻസലേഷൻ അഥവാ വെട്ടിക്രിയ ഈസി ആകണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബിഗർ നമ്പർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബിഗർ നമ്പർ കൊണ്ട് കട്ട് ചെയ്താൽ നമ്പർ ഓഫ് സ്റ്റെപ്പ് കുറയും. അപ്പോൾ ഞാൻ ആദ്യം സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങി മാക്സിമം സ്റ്റെപ്പിൽ വരെ പോയി കാണിച്ചു തരാം. അപ്പോൾ അതെ 12/6 കട്ട് ചെയ്യണം. അപ്പോൾ 12 ഒരു ഇരട്ട സംഖ്യയാണ്, 16 ഒരു ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്, 2 ഈവൻ നമ്പറാണ്. അപ്പോൾ 2ലും 2 ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കറിയാം 2ൻ്റെ ടേബിളിൽ അറിയാം 12 12ൽ 2 6 മടങ്ങ് 6 × 2 ആണ് 12. 8 ഗുണം 2 ആണ് 16. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ എഗെയിൻ നോക്കിയാൽ മുകളിൽ 6 ഉണ്ട്, താഴെ 8 ഉണ്ട്. അപ്പം ഇതിനകത്ത് 2 ഉണ്ടെന്ന് എനിക്കറിയാം, ഇതിലും 2 ഉണ്ടെന്ന് അറിയാം. അപ്പോൾ 2 കൊണ്ട് കട്ട് ചെയ്യാമെന്നറിയാം, 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാമെന്നറിയാം. 2 6-നകത്ത് 3 വെട്ടം, 2 8-നകത്ത് 4 വെട്ടം. 3ലും 4ലും ഇനി എനിക്കൊന്നും കട്ട് ചെയ്യാനില്ല. അപ്പോൾ എൻ്റെ ഉത്തരം 3/4. എനിക്കിത് ഇങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ 12/16 എടുത്തു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ 4ൻ്റെ ടേബിളിൽ ഞാൻ 12 കണ്ടിട്ടുണ്ട്, 16 കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 4 കൊണ്ട് ഇവിടെ 2 എടുത്തും കട്ട് ചെയ്യാമെന്നറിയാം. അപ്പം ഞാൻ നോക്കി, 4 12-നകത്ത് 3 വെട്ടം, 4 16-നകത്ത് 4 വെട്ടം. ഉത്തരം 3/4. ദേ നോക്കേ, ഒരൊറ്റ സ്റ്റെപ്പിൽ നിന്ന് ആൻസറിലേക്ക് എത്തി. ഇവിടെ ദേ ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, അങ്ങനെ 2 സ്റ്റെപ്പിലൂടെ ആൻസറിലെത്തിയത്. അപ്പോൾ ബിഗർ നമ്പർ ഇവിടെ ഞാൻ 2 കൊണ്ടാണ് കട്ട് ചെയ്തതെങ്കിൽ ഇവിടെ ഞാൻ 4 കൊണ്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്യാവുന്ന ഏറ്റവും ബിഗർ നമ്പർ അഥവാ ഏറ്റവും ബിഗർ ഫാക്ടർ, 2 പേർക്കും കോമൺ ആയിട്ടുള്ള ഏറ്റവും ബിഗർ ഫാക്ടർ കൊണ്ട് കട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് കണക്ക് തീർക്കാൻ പറ്റും. അത്രയും ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 35/49. അപ്പോൾ ഈ 35 49 ഞാൻ 7ൻ്റെ ടേബിൾ പഠിച്ചതിനകത്ത് എനിക്ക് ഓർമ്മയുണ്ട് 7 ഇതിനകത്ത് അടങ്ങുന്നുണ്ട്. 35-നകത്ത് 7 5 മടങ്ങുണ്ട്, 49-നകത്ത് 7 മടങ്ങുണ്ട്. അപ്പോൾ ഉത്തരം 5/7. എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്? 35നെയും 49ലുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ നമ്പർ ഏതാണെന്ന് ഓർത്തു. ഏത് സംഖ്യ അതിനകത്ത് കോമൺ ആയിട്ട് ഒരേ കണക്ക് മുകളിലും അടങ്ങുന്നു താഴെ അടങ്ങുന്നു എന്നും ഓർമ്മയിൽ നിന്ന് കണ്ടുപിടിച്ചു. ഫാക്ടേഴ്സിൻ്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഡിവിസിബിലിറ്റി റൂളിൻ്റെ ഓർമ്മയിലോ മുകളിലും താഴെയും കോമൺ ആയിട്ട് ഏത് നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ നമ്പർ കൊണ്ട് മുകളിൽ കട്ട് ചെയ്തു, താഴെയും കട്ട് ചെയ്തു. അങ്ങനെ ഏറ്റവും സിമ്പിൾ ആൻസർ എത്തുമ്പോൾ എൻ്റെ ഫൈനൽ ആൻസറായി മാറും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45/60. 45/60 എന്തൊക്കെ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും?
45. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയത് ദേ ഇതിൻ്റെ ലാസ്റ്റ് 5 ഉണ്ട്, ഇതിൻ്റെ ലാസ്റ്റ് 0 ഉണ്ട്. അപ്പോൾ 5ഉം 0 ഉള്ളത് ഡിവിസിബിലിറ്റി റൂൾ എനിക്ക് ഓർമ്മയുണ്ട് 5 ഉണ്ടായിരിക്കും രണ്ടിൽ അല്ലേ. അപ്പോൾ ഞാൻ 5 വെച്ചൊന്ന് കട്ട് ചെയ്യാൻ നോക്കി. 45ൽ 5 ഉണ്ടോ? ഉണ്ട്. 9 മടങ്ങ്. 60ൽ 5 ഉണ്ടോ? പെട്ടെന്ന് ഓർമ്മ എന്നാൽ പഠിച്ച് ടേബിൾ പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും 12 മടങ്ങുണ്ട്. ഈ ടേബിൾ ഓർമ്മയില്ലെങ്കിലോ 6ൽ 5 ഒരു വെട്ടം. ശിഷ്ടം 1 വരും, മിച്ചം 1 വരും. ആ 1 ഇപ്പുറത്ത് കൊടുക്കും. 1ഉം 0ഉം 10, 10ൽ 2 വെട്ടം. അങ്ങനെ 9/12 കിട്ടി. അപ്പോൾ 9ഉം 12 ഇനി എന്തെങ്കിലും കൂടെ വെട്ടിക്കളഞ്ഞ് ചെറുതാക്കാൻ പറ്റുമോ? 9ൽ 3 ഉണ്ട്, 3 മടങ്ങ്. 12ലും 3 ഉണ്ട്, 4 മടങ്ങ്. ഉത്തരം 3/4 ഉത്തരം കിട്ടി. അപ്പോൾ അത് സിമ്പിളായിട്ട് എത്ര സ്റ്റെപ്പിലാണ് ചെയ്തത്? 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പിൽ ഉത്തരം എത്തി. പക്ഷെ ഇതല്ലാതെ ഇനിയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് കണക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും 15 എന്ന് പറയുന്ന സംഖ്യ 15 എന്ന് പറയുന്ന സംഖ്യ 2 വട്ടം 15ഉം 15ഉം 30. 15ൻ്റെ കൂടെ വീണ്ടും ഒരു 15 വരുമ്പോൾ, അതായത് 3 വട്ടം 15 വരുമ്പോൾ 45 ആണ്. വീണ്ടും ഒരു 15 അതിൻ്റെ കൂടെ വരുമ്പോൾ, അതായത് 4 15 ആകുമ്പോൾ 60. അതായത് 15 3 തവണ 45, 15 4 തവണ 60. ഉത്തരം ഒറ്റ സ്റ്റെപ്പിൽ കിട്ടി 3/4. അപ്പോൾ അത് അടുത്ത രീതി. അപ്പോൾ ബിഗർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഫാസ്റ്റായിട്ട് കിട്ടിയത് കണ്ടോ? ഒറ്റ സ്റ്റെപ്പിൽ കിട്ടി. ഇനിയും നമുക്കിത് പല രീതിയിലും ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു സംഖ്യ കൊണ്ട് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആയതുകൊണ്ട് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ 2 കൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ല. 3നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 3 60നകത്തുണ്ട് അല്ലേ, 6നകത്തുണ്ട്. 60നകത്ത് 3 ചെയ്യാൻ പറ്റും. അപ്പം 45ൽ 3 ഉണ്ടോ? 4ൽ ഒരു വട്ടം, മിച്ചം 1, 15. 15ൽ 3 പറ്റും. ഓക്കെ, അപ്പോൾ പറ്റും. അപ്പോൾ ഒന്ന് നോക്കാം. 45ൽ 3 എത്ര തവണ? 4ൽ ഒരു തവണ, മിച്ചം 1, 1ഉം 5ഉം 15, 15ൽ 3 5 മടങ്ങ്. ദെൻ അടുത്തത് 6ൽ 3 2 മടങ്ങ്, മിച്ചം 0 മാത്രമേ ഉള്ളൂ, അതേ 0 ഇവിടെ എഴുതി. 15/20. ഓക്കെ, 15ലും 20ലും 5 ഉണ്ട്. അപ്പോൾ 5 ഇവിടെ 3 തവണ, 5 ഇവിടെ 4 തവണ അടങ്ങിയിട്ടുണ്ട്. അപ്പം 3/4 ഇങ്ങനെയും കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോരോ നമ്പേഴ്സ് ഇട്ട് ചെറിയ ചെറിയ നമ്പറിൽ തുടങ്ങി ഫാക്ടറൈസ് ചെയ്ത് പോവുക. പക്ഷേ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റിയായിരുന്നു. 15 നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ 15 ഇതിൽ 3 തവണ, 15 ഇതിൽ 4 തവണ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കിട്ടുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രാക്ഷൻ അത് ക്യാൻസൽ ചെയ്യാനോ ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യാനോ സിംപ്ലിഫിക്കേഷനിലൊക്കെ വലിയ സംഖ്യകളെ, വലിയ ഫാക്ടേഴ്സിനെ നമ്മൾ കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അത് വെച്ച് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ജോലി ശരിക്കും പറഞ്ഞാൽ ക്യാൻസലേഷനകത്ത് ഒരേ ഒരു പണിയേ ഉള്ളൂ, വലിയ ഫാക്ടറുകൾ കണ്ടാൽ തിരിച്ചറിയണം. ഒരു സംഖ്യയിലെ വലിയ ഫാക്ടേഴ്സ് തിരിച്ചറിയാൻ പഠിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. അടുത്ത ഒരു കണക്ക് നമുക്ക് നോക്കാം. 180 ഡിവൈഡ് ബൈ 270. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഈ 0 ക്യാൻസൽ ചെയ്ത് പോകാം. അതിൻ്റെ അർത്ഥം ഈ 0 കട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന അർത്ഥം. 0 ക്യാൻസൽ ചെയ്താൽ മിച്ചം നോക്കിയാൽ 18ഉം 27ഉം. 18 27 9ൻ്റെ ടേബിളിലുണ്ടെന്ന് ഒറ്റയടിക്ക് ഓർത്താൽ നല്ലത്. ഇല്ലെങ്കിൽ 3 കൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ വന്നത്? 18/27. ഇതിനകത്ത് 18നകത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം ഇതൊരു ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ. 27ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ 2 കൊണ്ട് പറ്റൂല. അടുത്ത 3 കൊണ്ട് പറ്റുമോ നോക്കും. 18ൽ 3 6 തവണ, 3 9 27. അപ്പോൾ 6/9. എഗെയിൻ 6നകത്ത് 3 2 തവണ, 9നകത്ത് 3 3 തവണ. ഉത്തരം 2/3. പക്ഷെ ഇത്രയും സ്റ്റെപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എപ്പോഴാ? ഈ 0 കട്ട് ചെയ്ത് കളഞ്ഞു. 9ൻ്റെ ടേബിളിൽ 18 ഉണ്ട് 2 തവണ, 9ൻ്റെ ടേബിളിൽ 27 9 27 3 തവണ. ഉത്തരം 2/3 ഒറ്റയടിക്ക് കിട്ടി. ഓക്കെ, ഇനിയും ആ 0 കട്ട് ചെയ്യാതെ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 9 കൊണ്ടല്ലേ കട്ട് ചെയ്തത്, 0 ഇല്ലേ, അതിന് പകരം 90 കൊണ്ട് കട്ട് ചെയ്തു. 90 ഇതിൽ 2 മടങ്ങ്, 90 ഇതിൽ 3 മടങ്ങ്. ഉത്തരം 2/3 എന്ന് നമുക്ക് ഒറ്റയടി കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഇത്രയും ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ 420 ഡിവൈഡഡ് ബൈ 630. 7ൻ്റെ ടേബിൾ പഠിച്ച ഒരാൾക്ക് ഓർമ്മ വരും. ഈ 0 0 പോയി 7ൻ്റെ ടേബിൾ പഠിച്ച ഒരാൾക്ക് ഓർമ്മ വരും.
6 ഇൻറ്റു 7 6 ഇൻറ്റു 7 42. 6 മടങ്ങ് 7 ഇതിലുണ്ട്. 9 മടങ്ങ് 7 ഇതിലുണ്ട്. 7 9 63. എഗെയിൻ ഇവിടെ 3 ഉണ്ട്. 2 മടങ്ങ് ഇവിടെ 3 ഉണ്ട്. 3 മടങ്ങ് ഉത്തരം എഗെയിൻ 2/3. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേറെ രീതിയിൽ ചെയ്യാം. പക്ഷെ കുറച്ചധികം സ്റ്റെപ്പ് വരും. 420/630. ഇതും കട്ട് ചെയ്ത് പോയി. എന്നിട്ട് നമ്മൾ ആലോചിക്കും 2 കൊണ്ട് പറ്റുമോ? ഇവിടെ 2 കൊണ്ട് പറ്റും. പക്ഷേ ഇവിടെ 2 കൊണ്ട് പറ്റില്ല. ഇത് ഒറ്റ സംഖ്യയാണ്. പിന്നെ നമ്മൾ 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കും. 3 ഇതിനകത്ത് എന്തായാലും പറ്റും. 6-നകത്ത് 3 2 തവണ, 3-നകത്ത് 1 തവണ. അപ്പോൾ ഇതിലൂടെ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. 3 4-നകത്ത് 1 തവണ, മിച്ചം 1 12. 12ൽ 3 4 മടങ്ങ്. അപ്പോൾ അതിലും പറ്റും. അപ്പോൾ ഇവിടെ 14, ഇവിടെ 14 വന്നു, ഇവിടെ 21 വന്നു. അപ്പോൾ 14 21 ഓർമ്മയുണ്ട്. 7ൻ്റെ ടേബിളിനകത്തുണ്ട് 7 2 തവണ, 7 ഇതിൽ 3 തവണ, ഉത്തരം 2/3. ഇങ്ങനെയൊക്കെ ചെയ്തു പോകാം. അത് ചെറിയ ചെറിയ നമ്പർ ഇട്ട് ചെയ്തു പോകാനാണ്. അങ്ങനെ ചെയ്താലും ക്യാൻസലേഷന് കുറച്ച് സ്റ്റെപ്പുകൾ കൂടും. അതുകൊണ്ട് പെട്ടെന്ന് ബിഗർ നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ശീലത്തിലൂടെ കിട്ടും. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വൃത്തിയായിട്ട് പഠിക്കുക, അത് യൂസ് ചെയ്തിരിക്കുക, ആ നമ്പേഴ്സ് കണ്ടുള്ള പരിചയം. 2 കുറേ കണക്കുകൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ അതിനകത്ത് മനസ്സിലാകും. നോക്കേ, അടുത്തത് 250 500. കട്ട് ചെയ്യാനൊന്നും നിൽക്കരുത്. 250ൻ്റെ ഇരട്ടിയാണ് 500 അല്ലേ? അല്ലാതുള്ള രീതിയിലൊന്നും കട്ട് ചെയ്യരുത്. 250ൻ്റെ ഇരട്ടിയാണ് 500. അതായത് 250 500-നകത്ത് 2 മടങ്ങുണ്ട്. ഉത്തരം 1/2. ഇത് ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്യാം. 250 500-നകത്ത് 2 മടങ്ങ്. അങ്ങനെ ചിന്തിക്കാം. അതല്ലെങ്കിൽ നമുക്ക് നോർമലി ചെയ്യുന്നത് 250 ഡിവൈഡഡ് ബൈ 500. അപ്പോൾ ഇവിടുത്തെ 0 ഇവിടുത്തെ 0 പോയി. 25 50. ലാസ്റ്റ് 5ഉം ലാസ്റ്റ് 0-മാണ്. അപ്പം 5 കൊണ്ട് ചെയ്യാൻ പറ്റും. 5 25-ൽ 5, 5 50-ൽ 10. 5/10. 5 ഇതിൽ 1 തവണ, 5 ഇതിൽ 2 തവണ, 1/2. ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും ഗ്രാജുവലി ഈ രീതിയിലേക്ക് എത്തുക. 250 2 മടങ്ങാണ് 500. അതായത് 250 500-ൽ 2 മടങ്ങുണ്ട്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഉത്തരം 1/2. ഇത്രയും ക്ലിയർ ആണോ? ദെൻ ഇനി നമ്മൾ ക്രോസ് ക്യാൻസലേഷൻ. നേരത്തെ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. 2 ഫ്രാക്ഷനുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു കണക്ക്. അപ്പോൾ നോക്കിയാൽ മുകളിൽ 6 താഴെ 7, മുകളിൽ 14 താഴെ 9. അപ്പോൾ 7 14-ൽ 2 മടങ്ങില്ലേ? ഉണ്ട്. 6-ൽ 3 ഉണ്ട്, 9-ലും 3 ഉണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ മിച്ചം എന്താ വരിക? 2 2 4 ഡിവൈഡഡ് ബൈ 1 3 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എഗെയിൻ അതേ കണക്കത്തൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ മുകളിൽ 2 താഴെ 1, മുകളിൽ 2 താഴെ 3. മുകളിലും താഴെയും ഈ 2ഉം ഈ 3ഉം തമ്മിൽ കട്ട് ചെയ്യാനില്ല. ഈ 2ഉം ഈ 1ഉം തമ്മിൽ കട്ട് ചെയ്യാനില്ല. ഈ 2ഉം ഈ 1ഉം ഈ 2ഉം ഈ 3ഉം തമ്മിൽ ഒന്നും കട്ട് ചെയ്യാനില്ല. അപ്പോൾ ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. 2 ഗുണം 2. ഇതിൻ്റെ അർത്ഥം എന്താ? 2 ഗുണം 2 എന്നാണ്. ഈ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയത്. 2 ഗുണം 2 4, 1 ഗുണം 3 3. അത് വരെ ഉത്തരം. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേ. നെക്സ്റ്റ് ഒരു കണക്ക് 8/9. മുകളിൽ 8, മുകളിൽ 8 27 ഉണ്ട്, താഴെ 9 16 ഉണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെയും കൂടെ എഴുതുന്നതാണ് ഇതിൻ്റെ അർത്ഥം. 8 ഗുണം 27 ഡിവൈഡഡ് ബൈ 9 ഗുണം 16 എന്നും എഴുതാം. ഇങ്ങനെ എഴുതിയാലും ഇവിടെ ഇട്ട് ക്യാൻസൽ ചെയ്താലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ 8 ഇത് 8 2 അല്ലേ? അപ്പോൾ 8 16-ൽ 2 മടങ്ങുണ്ട്. 8 8-ൽ 1 മടങ്ങ്. ദെൻ ഇത് 9 ഇത് 27 നമുക്കറിയാം. 9 27-ൽ 3 മടങ്ങുണ്ട്. അപ്പോൾ ഉത്തരം എന്താ വരിക? 1 ഗുണം 3 3, 1 ഗുണം 2 2. അപ്പോൾ 3/2 വരും. അടുത്ത ക്വസ്റ്റ്യൻ 12/25 ഇൻറ്റു 15/16. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 12 16 15 5. ഇത് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷന് വരുന്ന 25, ഇതും 5ൻ്റെ മൾട്ടിപ്ലിക്കേഷന് വരുന്നത്. അപ്പോൾ ഇവ തമ്മിൽ ക്യാൻസൽ ചെയ്യാം. 5 15-ൽ 3 തവണ, 5 25-ൽ 5 തവണ. ഓക്കെ, ഇത് ഇരട്ട സംഖ്യയാണ് 12, ഇത് 16 ഇരട്ട സംഖ്യയാണ്. അപ്പോൾ അവരെയും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷേ അപ്പോൾ ഇരട്ട സംഖ്യയാണെങ്കിൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. പക്ഷേ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പം 12-നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ അവിടെ 6 വരും, ഇവിടെ 8 വരും. പക്ഷെ അതിലും നല്ല വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ ബിഗർ ഉണ്ടോ എന്ന് നോക്കാം. 3, 12-ൽ 3 ഉണ്ട്, 16-ൽ 3 ഇല്ല. 12-ൽ 4 ഉണ്ട്, 16-ലും 4 ഉണ്ട്. രണ്ടും 4ൻ്റെ ടേബിളിലുള്ളതാ അല്ലേ?
അപ്പോൾ 4 12-ൽ 3 മടങ്ങ്, 4 16-ൽ 4 മടങ്ങ്. അപ്പോൾ 12-ൽ 4 3 മടങ്ങ്, 16-ൽ 4 4 മടങ്ങ്. അപ്പോൾ ഉത്തരം എന്താ വരുന്നത്? 3 ഗുണം 3 9 ഡിവൈഡഡ് ബൈ 5 ഗുണം 4 20 എന്ന് കിട്ടി. ഞാൻ നേരത്തെ 4 കൊണ്ട് 12-നെയും 16-നെയും ഡിവൈഡ് ചെയ്യുക ചെയ്തത്. 5 കൊണ്ട് പറ്റുമോ? പറ്റില്ല. 6 കൊണ്ട് പറ്റുമോ? 6 12-ൽ പറ്റും, 16-ൽ പറ്റില്ല. കാരണം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് 6-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് 12 കഴിഞ്ഞാൽ 18 വരുന്നത്. അപ്പോൾ 16 ഇല്ല, അപ്പോൾ പറ്റില്ല. ദെൻ 8 16-നകത്ത് 8-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 16-നകത്തുണ്ട്, 8 ഗുണം 2. പക്ഷേ 8 12-ലില്ല. അതുകൊണ്ടാണ് ഞാൻ 4-ൽ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ 18/49 ഇൻറ്റു 14/24. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ച ഒരാൾക്ക് ഓർമ്മയുണ്ടാകും. ഇത് 7 ഗുണം 7 ഇത് 7 ഗുണം 2. അപ്പോൾ ഇവിടെ കട്ടായി, ഇവിടെ 2 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു 7. ദെൻ 18 24 6-ൻ്റെ ടേബിൾ പഠിച്ച ഒരാൾക്ക് ഓർമ്മ കാണും. 6-ൻ്റെ ടേബിളിൽ 6 3 18 6 4 24. ഓക്കെ. അപ്പോൾ ഇവിടെ എഗെയിൻ കട്ട് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്. 3 7 പറ്റില്ല, 2 4 പറ്റും. 2 4-ൽ 2 തവണ, മിച്ചം 1. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇനി വേറൊന്നും ക്യാൻസൽ ചെയ്യാനില്ല. 3 ഗുണം 1 3, 7 ഗുണം 2 14. ഉത്തരം 3/14. അടുത്ത ക്വസ്റ്റ്യൻ 2/3 ഡിവൈഡഡ് ബൈ 4/9. അപ്പോൾ നമുക്കറിയാം ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കണം, തലകീഴായിട്ട് എഴുതണം. 4/9 9/4 എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കേ, 2 ഉണ്ട്, 4 ഉണ്ട്, 2 2-ൽ 1 മടങ്ങ്, 2 4-ൽ 2 മടങ്ങുണ്ട്, 3 9-ൽ 3 വെട്ടം. ഉത്തരം 1 3 3, 1 ഗുണം 3 3, ദെൻ 1 ഗുണം 2 2. ഉത്തരം 3/2. അടുത്ത ക്വസ്റ്റ്യൻ 2/3 ഇൻറ്റു 9/4. 2ഉം 4ഉം നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇത് കേട്ടോ. 2ഉം 4ഉം 2 4-ൽ 2 വെട്ടം, 3 9-ൽ 3 വെട്ടം. ഉത്തരം 3/2. കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ഇട്ടേക്കുന്നത്. നിങ്ങളും കൂടെ ചെയ്ത് വന്നാൽ ട്രൈ ചെയ്ത് നോക്കി എഴുതി ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കൂടെ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഇത് വെറുതെ കണ്ട് പോകരുത്, ചെയ്ത് പഠിച്ചാലേ ഇത് ബെറ്റർ ആകുള്ളൂ. അടുത്ത 540/900. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 540/900 ഒന്ന് ചെയ്ത് നോക്കാമോ? ഒരു ഹിൻഡ് തരാം. ആദ്യം നമ്മൾ ഈ 0 0 വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. 0 0 കട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്? 54/90 വരും. 90 54 രണ്ടും 9-ൻ്റെ ടേബിളിലുണ്ട്. 9 6 54, 90-ൽ 9 10 വെട്ടം. അപ്പോൾ 6/10. പക്ഷേ അത് സിമ്പിൾ ആയിട്ടില്ല. ഇനിയും നമുക്ക് സിമ്പിളാക്കാൻ പറ്റും. ഇതൊരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, ഇവിടെ 5. 2 6-ൽ 3 മടങ്ങ്, 2 10-ൽ 5 മടങ്ങ്. ഉത്തരം 3/5. അടുത്ത ക്വസ്റ്റ്യൻ 150/750. 0 0 ക്യാൻസലായി. 150 15-ന് ലാസ്റ്റ് 5ആണ്, ലാസ്റ്റ് ഇവിടെ 5ആണ്. അപ്പോൾ 5 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 15-ൽ 5 3 തവണ, 75-ൽ 5, 7-ൽ 5 ഒരു തവണ, മിച്ചം 2 25. 25-ൽ 5 5 വെട്ടം. അപ്പോൾ 3/15. എഗെയിൻ 3 15-നകത്തുണ്ട് 5 മടങ്ങ്. ഉത്തരം 1/5. 1/5. ഇത് വേറൊരു രീതിയിലൂടെ ചെയ്യാൻ പറ്റും. 150 ഡിവൈഡഡ് ബൈ 750. നമ്മൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. 15ഉം 15ഉം 30, 30ഉം 15ഉം 45, 45ഉം 15ഉം 60, 60ഉം 15ഉം 75. അപ്പോൾ 15ഉം 15ഉം 2 15, വീണ്ടും ഒരു 15 3 15, വീണ്ടും ഒരു 15 4 15 60, 5 15 75. 15 75-ൽ 5 മടങ്ങ്, വിച്ച് ഈസ് ഈക്വൽ ടു ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും.
ഇങ്ങനെ 0 പോലും കട്ട് ചെയ്യണ്ട. 15 75-ൽ 5 മടങ്ങാണെങ്കിൽ 150 750-ൽ 5 മടങ്ങാന്ന് നമുക്ക് ഒറ്റയടിക്ക് കട്ട് ചെയ്യാൻ പറ്റും. 15 75-ൽ 5 മടങ്ങ് ആണെങ്കിൽ 180 750-ൽ 5 മടങ്ങാണ്. അഥവാ 1500 7500-ലും 5 മടങ്ങാണ്. അപ്പോൾ ഉത്തരം 1/5 ആണ്. അപ്പം അങ്ങനെയും നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 3 ഫ്രാക്ഷൻ തമ്മിൽ ഗുണിക്കുകയാണ്. ഒരു പ്രശ്നമില്ല. 3 ഫ്രാക്ഷൻ തമ്മിൽ ഗുണിച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരൊറ്റ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. 18 ഗുണം 45 ഗുണം ഇൻറ്റു 25 ഡിവൈഡ് ബൈ 27 ഇൻറ്റു 60 ഇൻറ്റു 30. ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താലും മുകളിലത്തേതിൽ വെച്ച് കട്ട് ചെയ്താലും ഒരു ഉത്തരം തന്നെ കിട്ടുന്നത്. ഞാൻ മുകളിലത്തിൽ തന്നെ ഇട്ട് എഴുതും. ഈ താഴത്തെ ഒരു സ്റ്റെപ്പിന് വേണ്ടി പോകത്തില്ല. അപ്പോൾ എനിക്ക് അത്രയും സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നോക്കേ, 18 മുകളിൽ 18 ഉണ്ട്, 45 ഉണ്ട്, 25 ഉണ്ട്, താഴെ 27 ഉണ്ട്, 60 ഉണ്ട്, 30 ഉണ്ട്. പഴയ കണക്ക് പ്രകാരം എനിക്ക് ഒറ്റയടിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് 15 30-ൽ 2 തവണ, 15 45-ൽ 3 തവണ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് പോയതാണ്. ഓക്കെ, അപ്പോൾ അതൊരു പാറ്റേൺ. അത് മാത്രമല്ല വേറെയും പാറ്റേണുകളുണ്ടാവും. ദെൻ ഇവിടെ നോക്കേ, 18-ൽ 6 ഉണ്ട്, 27-ലും 60-ലും 6 ഉണ്ട്. 60-ൽ 6 10 വട്ടം, 18-ൽ 6 3 വട്ടം. ഓക്കെ, ദെൻ ഇവിടെ 25 ഉണ്ട്, താഴെ 10 ഉണ്ട്, 2-ലും 5 ഉണ്ട്. 25-ൽ 5 5 വട്ടം, 10-ൽ 5 2 വട്ടം. ഇനി 3 ഉണ്ട്, 3-ഉം 27-ഉം 9. എഗെയിൻ മുകളിൽ ഒരു 3 ഉണ്ട്, ആ 3-ഉം 9-ഉം കട്ട് ചെയ്യുമ്പോൾ ബാക്കി 3. മിച്ചം എന്താ വന്നത്? മുകളിൽ 1 × 1 × 5 5 ഡിവൈഡഡ് ബൈ താഴെ 3 × 2 6 6 × 2 12. ഉത്തരം 5/12. 5-ലും 12-ലും കോമൺ ആയിട്ട് ഒന്നുമില്ല കട്ട് ചെയ്ത് ചെറുതാക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഒന്നുകൂടെ അത് നമുക്ക് നോക്കാം. പല രീതിയിൽ ചെയ്യാം. ഇപ്പം ചെയ്ത ഒരു രീതി മാത്രമല്ല, പല രീതിയിലും ചെയ്യാം. 15 45-ൽ 3 വട്ടം, 15 60-ൽ 4 വട്ടം. ഓക്കെ, ഇവിടെ 3 ഉണ്ട്. 3-ഉം 30-ഉം കട്ട് ചെയ്തപ്പോൾ 10. 3 30-ൽ 10 മടങ്ങുണ്ട്. ഇനി മുകളിൽ 25 താഴെ 10 ഉണ്ട്. അപ്പോൾ 5 കൊണ്ട് ചെയ്യാൻ പറ്റും. 5 25-ൽ 5 വട്ടം, 5 10-ൽ 2 വട്ടം. ഓക്കെ, ദെൻ 18 ഉണ്ട്, താഴെ 27 ഉണ്ട്. 9 18-ൽ 2 മടങ്ങ്, 9 27-ൽ 3 മടങ്ങ്. ഓക്കെ, മുകളിൽ ഒരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്, തമ്മിൽ ക്യാൻസലായി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിൽ എന്തുണ്ട്? 1 × 1 × 5 5 ഡിവൈഡഡ് ബൈ 3 × 4 12 ഇൻറ്റു 1 12. അപ്പോൾ ഉത്തരം 5/12. പല രീതിയിൽ ചെയ്താലും പല രീതിയിലും ക്യാൻസൽ ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഏതാണോ നമ്മുടെ മനസ്സിൽ വരുന്ന ക്യാൻസൽ ചെയ്യുന്ന കോമൺ ഫാക്ടർ വരുന്നത് അത് വെച്ചങ്ങ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ.